السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിലെ കിതാബുൽ ജാമി എന്ന് പറയുന്ന വലിയ അധ്യായത്തിലെ ബാബു സുഹദി വൽ വറ, ഭൗതിക വിരക്തിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബാബു സുഹദി വൽ വറ എന്ന് പറയുന്ന അധ്യായത്തിലാണ് നാം ഉള്ളത്. ഇതിലുള്ള അടുത്ത ഹദീസ് وعن سعد بن أبي وقاص رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الله يحب العبد التقي الغني الخفي أخرجه مسلم. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയൽ ഖഫി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു അൽ അബ്ദ തഖി, തഖ്വയുള്ള തഖിയായ ഒരു അടിമയെ, അൽ ഗനി ധന്യത നടിക്കുന്ന ഒരു അടിമയെ, അൽ ഖഫി ആളുകളിലേക്ക് പ്രകടനം കാണിക്കാതെ ഒതുങ്ങിക്കൂടുന്ന, മറഞ്ഞിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പം അതിലൊന്നാമത് ഇന്നല്ലാഹ യുഹിബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം, അല്ലാഹു തആലക്ക് മഹബ്ബ എന്ന് പറയുന്ന സിഫത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വിശേഷണം അവനുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം അള്ളാഹുവിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ല, അത് പ്രതിഫലം വേറെയാണ്. അള്ളാഹുവിൻ്റെ ഹബ്ബ് അത് വേറെയാണ്. അള്ളാഹു ഹബ്ബുള്ളവർക്കാണ്, ഇഷ്ടപ്പെടുന്നവർക്കാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം അള്ളാഹു ചില പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അമലുകളിൽ നിസ്കാരത്തെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു. ചില സ്ഥലങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇഷ്ടപ്പെടുന്നുണ്ട്. ഭൂമിയിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന അവൻ്റെ മസ്ജിദുകളാണ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ചില പ്രത്യേക വ്യക്തികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് ആ പതാക ഏൽപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞതിൽ ഉഅ്തിയന്ന റായ, ഞാനിതാ ഈ പതാക നൽകും, ഗദൻ നാളെ, റജുലൻ യുഹിബ്ബുഹുല്ലാഹ് വറസൂലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നവനായ ഒരുവൻ, യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്നവനായ ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന കർമ്മങ്ങളെയും അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ്, ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് ഒരു അടിമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അൽ അബ്ദ് എന്ന് പറയുന്നത്? അൽ ഉബൂദിയത്തു ശർഇയ്യ എന്ന് പറയും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അള്ളാഹുലേക്ക് എല്ലാവരും അടിമകളാണ്. മുസ്ലിം ആകട്ടെ കാഫിർ ആകട്ടെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും അല്ലാഹു തആലയുടെ അടിമകൾ മാത്രമാണ്. അപ്പം അവരെല്ലാവരും പ്രാപഞ്ചിക നിയമപ്രകാരം അള്ളാഹുവിൻ്റെ അടിമയാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക നിയമങ്ങളുടെ അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയില്ല. ആ നിലക്ക് മുഴുവൻ മനുഷ്യരും അടിമകളാണ്. പക്ഷെ ഇവിടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന അടിമ ഏതാണ്? അൽ ഉബൂദിയത്തു ശർഇയ്യ, അള്ളാഹുവിൻ്റെ ശർഇന് വഴിപ്പെട്ട മുസ്ലിമീങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായി പറഞ്ഞ സിഫത്ത് അൽ അബ്ദ അത്തഖിയ്യ, തഖ്വയുള്ളവൻ, മുത്തഖി, അള്ളാഹു തആലയെ സൂക്ഷിക്കുന്നവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. അല്ലാഹു തആലയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ,
അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളവനാണ് മുത്തഖി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ സിഫത്ത് അൽ ഗനി, ധന്യത നടിക്കുന്നവൻ എന്നാണ്. അതായത് അവൻ അള്ളാഹു അല്ലാത്ത ആളുകളുടെ സമ്പത്തിൽ നിന്നും അവരിൽ നിന്നും കിട്ടുന്ന ഉപകാരങ്ങളിൽ നിന്നുമെല്ലാം ധന്യത നടിക്കുന്നവനാണ്. അള്ളാഹു താലയോട് മാത്രം ചോദിക്കുന്ന, അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കുന്ന, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുന്ന ആളുകളെയാണ് അൽ ഗനി എന്ന് പറയുന്നത്. അവരാളുകളിലേക്ക് കൈനീട്ടുകയോ ആളുകളിലേക്ക് പ്രതീക്ഷ വെക്കുകയോ ചെയ്യുകയില്ല. മുഴുവൻ കാര്യങ്ങളും റബ്ബിൽ നിന്നും ലഭിക്കും, റബ്ബിലേക്ക് ചോദിക്കുകയും റബ്ബ് നൽകിയതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. നാലാമത്തെ ആളുകൾ അൽ ഖഫി. ഖഫി എന്ന് പറഞ്ഞാൽ ഇൻസാനുൻ ഖഫി എന്ന് പറഞ്ഞാൽ ലാ യുഹിബ്ബു ദുഹൂർ. അവൻ ആളുകൾക്കിടയിൽ അവൻ അറിയപ്പെടുക, എന്തെങ്കിലുമൊക്കെ നേതൃസ്ഥാനങ്ങളിലേക്ക് അവൻ ഉയർന്നു വരിക, ഇതൊന്നും അവൻ ഇഷ്ടപ്പെടുകയില്ല. മറിച്ച് റബ്ബിനെ ഇബാദത്ത് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടി ജീവിക്കുക എന്നുള്ളതാണ് അവൻ ഏറ്റവും താല്പര്യം. അങ്ങനെയുള്ളവരെ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇഷ്ടപ്പെടുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റുബ്ബ അശ്അസ അഗ്ബർ. എത്ര അശ്അസും അഗ്ബറുമായ ആളുകളുണ്ട്. അതായത് ജടകുത്തിയ, അതുപോലെ മുടിയൊക്കെ പുരണ്ടിട്ടുള്ള ആളുകളുണ്ട്. ഇത് അറിയിക്കുന്നത് വളരെ സാധുക്കളായ ആളുകളാണ്. മദ്ഫൂഉൻ ബിൽ അബ്വാബ്, അവർ കൊട്ടുന്ന വാതിലുകളെല്ലാം അടയപ്പെട്ടതായിരിക്കും. അതായത് അവർ പറയുന്നതനുസരിച്ച് ആരും ചെയ്യുകയൊന്നുമില്ല, അങ്ങനെ ഒരു വിലയില്ല, ആർക്കും അറിയാത്ത സാധുക്കളായ ആളുകളാവും. എന്നാൽ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിനുള്ള പ്രതീക്ഷ കാരണത്താൽ വല്ലാഹി എന്ന് പറഞ്ഞ് അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ അള്ളാഹുവിൽ എത്രമാത്രം ബരമേൽപ്പിച്ചുകൊണ്ടാണ് ആ സത്യം ചെയ്തത് എന്ന് മാനിച്ചുകൊണ്ട് അള്ളാഹു തആല അവർക്കത് ചെയ്തു കൊടുക്കും. അത്രയും റബ്ബിലേക്ക് അടുത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളായിരിക്കും എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹു തആലയുടെ ദീനിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. പക്ഷെ ജനങ്ങൾ അവരെ അറിയണമെന്നുള്ളത് ഒരിക്കലും അവർ ആഗ്രഹിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താൻ അറിയപ്പെടണമെന്നുള്ള എന്തെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ ഉണ്ട് എങ്കിൽ അവരതിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളാണ് അൽ ഖഫി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഈ 4 വിഭാഗം ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്തിനുള്ള പ്രോത്സാഹനമാണ്? ഇത് അങ്ങനെയുള്ള അടിമകളാകാൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ള പ്രോത്സാഹനമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്ന, മറ്റുള്ള ആളുകളുടെ സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നുമെല്ലാം ധന്യത പാലിക്കുന്ന, മറഞ്ഞിരുന്നു കൊണ്ട് ആളുകൾക്കിടയിൽ താൻ പ്രത്യക്ഷപ്പെടാനും മറ്റുമൊന്നും ഇഷ്ടപ്പെടാത്ത അങ്ങനെയുള്ള ആളുകളായി തീരണം. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹദീസിലുള്ള ഫായിദകൾ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞതാണ് ഇസ്ബാത്തു മഹബ്ബത്തില്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മഹബ്ബത്ത് എന്ന് പറയുന്ന സിഫത്ത്, വിശേഷണമുണ്ട് എന്നുള്ളത് ഈ ഹദീസിൽ നിന്നും സ്ഥിരപ്പെടുന്നു. ധാരാളം ഹദീസുകളിൽ നിന്നും സ്ഥിരപ്പെട്ടതുപോലെ തന്നെ. രണ്ടാമത്തേത് അൽ ഹസ്സു അലാ ഹാദിഹിൽ ഔസാഫിൽ അർബഅ. ഈ 4 കാര്യങ്ങൾ, ഈ 4 വിശേഷണങ്ങൾ ജനങ്ങൾ സ്വീകരിക്കാനുള്ള പ്രോത്സാഹനം ഈ ഹദീസിലുണ്ട്. നേരത്തെ പറഞ്ഞ 4 വിശേഷണങ്ങൾ സ്വീകരിക്കാനുള്ള പ്രോത്സാഹനമുണ്ട്. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിച്ചത് നമ്മളത് സ്വീകരിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല. മൂന്നാമത്തെ കാര്യം യംബഗി ലിൽ ഇൻസാനി അൻ യസ്തഗ്നി അമ്മാ ഫി ഐദിന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ തൊട്ട് ഒരാൾ ധന്യത പാലിക്കണം എന്നതിനുള്ള താല്പര്യം ഇതുണ്ട്. ആ 4 ഗുണങ്ങളിൽ ഒന്നതാണ്. ഇപ്പൊ ജനങ്ങളോട് ആവശ്യമില്ലാത്ത എന്താകട്ടെ, അത് എത്ര നിസ്സാരമായ സഹായമാകട്ടെ, അവരുടെ സാമ്പത്തികമായ സഹായമാകട്ടെ, ശാരീരികമായി അവർക്ക് ചെയ്തു തരാൻ സഹായമാകട്ടെ, അവരെ കൊണ്ട് ലഭിക്കാവുന്ന ഒരു ശഫാഅത്താകട്ടെ, എന്തുമാകട്ടെ, ഇതെല്ലാം ദറൂറത്തുള്ള അത്യാവശ്യമുള്ളൊരു ഘട്ടങ്ങളിലല്ലാതെ അവരാവശ്യപ്പെടുകയില്ല. പരമാവധി അവനവൻ്റെ കാര്യം സ്വന്തമായി ചെയ്യുകയും റബ്ബിൽ വരമേൽപ്പിക്കുകയും ചെയ്യുക എന്ന രൂപത്തിലായിരിക്കും അവരുണ്ടാക്കുക. നാലാമത്തെ ഫായിദ അന്നഹു യംബഗി ലിൽ ഇൻസാനി അൻ യകൂന ഖഫിയ്യ. മനുഷ്യൻ അവനൊരു ഖഫിയായി മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ അവൻ ഉണ്ടാകണം എന്നാണ്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന്റെ അർത്ഥം നമ്മൾ ഒരിക്കലും അവനോട് ഉസ്ലത്ത് കൽപ്പിക്കുകയില്ല, ജനങ്ങളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് കഴിയുക എന്നതാണല്ലോ ഉസ്ലത്ത് എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ ഖഫിയായി തീരാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം വിട്ട് എവിടെയെങ്കിലൊക്കെ മറഞ്ഞിരിക്കുക എന്നത് നമ്മൾ ആളുകളോട് ഒരിക്കലും പറയുന്നില്ല.
മറിച്ച് അവൻ ജനങ്ങളുടെ ഇടയിൽ തന്നെ ആയിരിക്കും. പക്ഷെ അവൻ ജനങ്ങളുടെ പ്രശംസയോ ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതോ അവൻ ആഗ്രഹിക്കാത്തതായ ആളുകളാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആഗ്രഹിക്കാത്ത ആളുകളെയാണ് അള്ളാഹു തആല പ്രത്യക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ ആഗ്രഹിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വിപരീത ഫലം കൊണ്ടായിരിക്കും ചിലപ്പോൾ പരീക്ഷിക്കുക. അവരാഗ്രഹിക്കുന്നത് അള്ളാഹു നൽകുകയില്ല. എന്നാൽ നമ്മൾ എത്രത്തോളം മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അവർ പ്രശസ്തരാക്കും. നമ്മൾ കഴിഞ്ഞു പോയ അയിമ്മത്തുകളുടെ കഥയൊക്കെ ചിന്തിച്ചു നോക്കിയാൽ മതി. ആ അയിമ്മത്തുകളിൽ പലരും അവരവരുടെ കാലഘട്ടങ്ങളിൽ ആരും അറിയപ്പെടാത്തവരായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രശസ്തി വാനോളം ഉയർത്തണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും അന്ന് മറഞ്ഞിരുന്ന എത്രയോ സാഹിദീങ്ങളെയും എത്രയോ ഈ രൂപത്തിലുള്ള ഇമാമിങ്ങളെയും ആരും അറിയാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത റബ്ബിന്റെ ഔലിയാക്കളെയും ആളുകൾ മനസ്സിലാക്കുന്നു, അവരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നു. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവരെ ഇഷ്ടപ്പെടും, എന്നിട്ട് അവരുടെ പ്രശസ്തി ആളുകളിലേക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് കാണാൻ സാധിക്കും. ഇനി ഉസ്ലത്തിനെ കുറിച്ച് സഹോദരങ്ങളെ, ആളുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത്, ഒരാൾക്ക് ജനങ്ങളുമായി ഇടപെടുന്നത് അത് അവന്റെ ദീനിനെ തന്നെ ഫസാദാക്കുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ അത് അവന് അനുവദനീയമായ കാര്യമാണ്. അതായത് അവന് ചുറ്റുപാടുള്ള ജനങ്ങൾ അവരുമായി ഇടപെട്ട് കഴിഞ്ഞാൽ അവന്റെ ദീനിനെ തന്നെ ഫസാദാക്കി കളയും. ആ രൂപത്തിലുള്ള മോശം ജനങ്ങളുടെ സാന്നിധ്യമാണ് അവന് ചുറ്റും എങ്കിൽ അവരിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് ഒറ്റക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ് അവന് ഖൈറായിട്ടുള്ള കാര്യം. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എങ്കിൽ ജനങ്ങളുടെ ഉപദ്രവങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എന്നാൽ അവന്റെ ദീനിനെ ഫസാദാക്കുന്ന ഒരവസ്ഥയൊന്നും ഇല്ല എങ്കിൽ ആ ജനങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ജനങ്ങളിൽ നിന്നും വിട്ടകന്ന് ജീവിക്കുന്നതിനേക്കാളും നല്ലത് എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ജനങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം തന്നെ ജീവിക്കുക എന്നുള്ളതാണ് ജനങ്ങളിൽ നിന്നും മാറി ജീവിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ജനങ്ങളിൽ നിന്നും പ്രയാസം ഉണ്ടാകുക? ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും വലിയ ദീനിന്റെ ചിഹ്നങ്ങൾ അവനിൽ ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകാൻ പോകുന്നില്ല. പൊതുവെ അങ്ങനെയാണ്. ജനങ്ങളോട് അവർ വീഴ്ച വരുത്തുന്ന കാര്യങ്ങളിൽ നമ്മളൊന്നും കൽപ്പിക്കുന്നില്ല, അവർ ചെയ്യുന്ന നിഷിദ്ധങ്ങളെ തൊട്ട് നമ്മൾ തടയുന്നില്ല എങ്കിൽ ഒരു ജനവും ഒരാളെയും ഒന്നും പറയില്ല. അവർ സ്വീകാര്യരായിരിക്കും, അവർക്കൊരു കുഴപ്പമില്ല. കാരണം അവരോടൊപ്പം അവരുടെ തിന്മകളിൽ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും അതിനോട് പങ്കുചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നീട് ഉപദ്രവിക്കുകയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ നാവ് കൊണ്ടോ പേന കൊണ്ടോ സംസാരം കൊണ്ടോ അവരെ എതിർക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രയാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ ജനങ്ങളോടൊപ്പം തന്നെ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുന്നവന് വലിയ ഖൈറുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം സഹോദരങ്ങൾ, അടുത്ത ഹദീസ്, വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരുവന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനി, അവനെ ബാധിക്കാത്തതായ കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുക എന്നുള്ളത്. ഈ ഹദീസിന്റെ സനദിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ അതിൽ ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അത് സഹീഹാണ് എന്ന് വിലയിരുത്തിയിട്ടുള്ള ഹദീസാണ്. അത് സഹീഹാണ് എന്ന് വിലയിരുത്തിയിട്ടുള്ള ഹദീസാണ്. അതുപോലെ അത് ഹസനാണ് എന്ന്, അതായത് അതിന്റെ പരമ്പര യോഗ്യമായതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇസ്ലാം അതിൽ വ്യത്യസ്ത മർത്തബകളുണ്ട്. ഇസ്ലാം അതിന്റെ വ്യത്യസ്ത മർത്തബകളുണ്ട്. ഒരാൾക്ക് ഹുസ്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് അയാൾക്ക് ഉയരാൻ സാധിക്കണമെങ്കിൽ അവൻ നന്മകൾ ചെയ്യുന്നവനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനുമായിരിക്കണം. നന്മകൾ ചെയ്യുന്നവനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനുമായിരിക്കണം. പിന്നീട് അതിനുശേഷം വ്യത്യസ്ത പദവികളുണ്ട് ഇസ്ലാമിൽ. ആ പദവികളിൽ ഏറ്റവും മുന്തിയത് ഒരാൾ ഇഹ്സാനോടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നത് പോലെ നീ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഒരാൾക്ക് ദുനിയാവിൽ റബ്ബിനെ കാണാൻ സാധിക്കുകയില്ല.
അതുകൊണ്ടാണ് പോലെ എന്ന് പറഞ്ഞത്. പക്ഷെ അവന്റെ ഖൽബ് കൊണ്ട്, അവന്റെ ഹൃദയം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിലുള്ളതുപോലെ, റബ്ബിനെ കാണുന്നത് പോലെയുള്ള ഇബാദത്ത് അവൻ നിർവഹിക്കണം. ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അല്ലാഹു തആല നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി മുറാഖബത്തിന്റെ ദറജയിൽ അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന പദവിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും പദവി ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ഇസ്ലാം അത് ഒരേപോലെയല്ല, എല്ലാവരുടെയും ഇസ്ലാം ഒരേപോലെയല്ല. അങ്ങനെ ഒരാളുടെ ഇസ്ലാം അത് ഏറ്റവും മുന്തിയതാക്കി ഒരാൾ മാറ്റി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹ്സന അഹദുകും ഇസ്ലാമ, ഒരാൾ തന്റെ ഇസ്ലാമിനെ നന്നാക്കിയാൽ തുക്തബു ലഹുൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളഅഫ്, ഒരാളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 10 ഇരട്ടിയെങ്കിലും അല്ലാഹു തആല പ്രതിഫലം നൽകും. പിന്നെ അവന്റെ ഇസ്ലാം എത്രമാത്രം റബ്ബിനോടുള്ള ഇബാദത്തിൽ അവൻ അടുത്തവനാണ്, അത്ര ഇരട്ടി ലഭിക്കും. ചില ആളുകൾക്ക് 20 ഇരട്ടി കിട്ടും. അല്ല, എല്ലാവർക്കും ഒരേപോലെ അല്ല. നിസ്കരിക്കുമ്പോഴാകട്ടെ, ദിക്ർ ചൊല്ലുമ്പോഴാകട്ടെ, സദഖ കൊടുക്കുമ്പോഴാകട്ടെ, എല്ലാവർക്കും റബ്ബ് ഒരേ പ്രതിഫലം അല്ല നൽകുന്നത്. ചിലർക്ക് അള്ളാഹു 10 ഇരട്ടി പ്രതിഫലം നൽകും, ചിലർക്ക് അള്ളാഹു 20 ഇരട്ടി നൽകും, ചിലർക്ക് അള്ളാഹു 100 ഇരട്ടി നൽകും. ഇലാ 700 ളഅഫ്, 700 ഇരട്ടിയോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്നുള്ളതാണ്. എന്നാൽ വതുക്തബു സയ്യിഅതു ഇദാ അമിലഹാ ബിമിസ്ലിഹാ ഹത്താ യൽഖല്ലാഹ്, എന്നാൽ ഒരാൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നീതിയാണ്, അവൻ ഇരട്ടി നൽകുന്നില്ല. ഒരു തിന്മക്ക് ഒരു തിന്മയുടെ ശിക്ഷയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുള്ളൂ എന്നാണ്. അപ്പൊ അങ്ങനെ ഇസ്ലാം വ്യത്യസ്ത പടിയുണ്ട്. അപ്പൊ ആ ഇസ്ലാമിന്റെ ഏറ്റവും മുന്തിയ ഒരു കാര്യത്തിൽപ്പെട്ടതാണ് എന്ത്? തർക്കുഹു മാ ലാ യഅനി, അവനെ ബാധിക്കാത്തതായ കാര്യങ്ങളിൽ അവൻ ഉപേക്ഷിക്കുക എന്നുള്ളത്. എന്താണ് അവനെ ബാധിക്കാത്ത കാര്യങ്ങൾ? പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവ മാ ലൈസ മത്ലൂബൻ മിൻഹു ഔ മാ ലാ യുഫീദുഹു, അവനോട് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യം, ശറഇൽ അങ്ങനെ ചെയ്യണമെന്ന് അവനോട് യാതൊരു കൽപ്പനയുമില്ല, ഒരു പ്രോത്സാഹനവുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ അവന് ഉപകരിക്കാത്തതായ കാര്യങ്ങൾ. ഇത് ഏതൊക്കെയാണ് അവന് ഉപകരിക്കാത്ത കാര്യങ്ങൾ? അതുപോലെ തന്നെ ശറഇൽ അത് കൽപ്പന കൊണ്ടോ പ്രോത്സാഹനം കൊണ്ടോ അത് അവനോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ വേണ്ടത്. അതേത് കാര്യമാകട്ടെ, നമുക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യം നമ്മൾ ഒഴിവാക്കിയേക്കുക. ഉദാഹരണത്തിന് പല ആളുകളും വലിയ വലിയ വിഷയങ്ങളൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുക. ഈ അടുത്ത് വന്ന് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ ഫലസ്തീൻ വിഷയത്തിലൊന്നും ഇടപെടുന്നില്ല അല്ലേ? അതാണ് ചിന്തിക്കുന്നത്. സൗദി അറേബ്യയിലെ ഭരണാധികാരികൾ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവർ ഫലസ്തീൻ വിഷയത്തിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടണോ വേണ്ടേ എന്നുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭരണാധികാരികളുടെ മേൽ വെച്ചിട്ടുള്ള നിയമങ്ങളാണ്, നമ്മളെ ബാധിക്കുന്ന നിയമമേ അല്ല. അള്ളാഹു തആല മുഴുവൻ മനുഷ്യരോടും ഓരോ രാജാക്കന്മാരും എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കുകയില്ല. അല്ലെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന കാര്യമല്ല. അള്ളാഹു നമ്മളിൽ നിന്നും ആവശ്യപ്പെട്ട കാര്യമല്ല. കാരണം അത് വലിയ ഭരണാധികാരികൾ അതിൻ്റെ മസ്ലഹത്തും അതിൻ്റെ ഗുണങ്ങളും മഫ്സദത്തും കുഴപ്പങ്ങളും ഒക്കെ പരിശോധിച്ച്, അവരുടെ ശക്തിയും മറ്റുമൊക്കെ പരിശോധിച്ച് എപ്പോഴാണ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നൊക്കെ അറിയുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യമാണ്, നമ്മുടെ കാര്യമേ അല്ല. പക്ഷെ പല ആളുകൾക്കും ഇത്തരം വിഷയങ്ങളൊക്കെയാണ് അറിയേണ്ടത്. ഇങ്ങനെ വിഷയങ്ങൾ, അവനെ ബാധിക്കാത്ത കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നം ഉണ്ടാകും. അവനെ ബാധിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും അവൻ തെറ്റിപ്പോകും. പണ്ഡിതന്മാരൊരു ഖായിദ പറഞ്ഞതായി കാണാൻ സാധിക്കും, മനിഷ്തഗല ബിമാ തുലിബ മിൻ ഗൈരിഹി ഇൻശഗല അമ്മാ തുലിബ മിൻ. ആരെങ്കിലും മറ്റുള്ള ആളുകൾക്കുള്ള ബാധ്യതകളിൽ അവൻ വ്യാപൃതനായാൽ അവനോട് പറയപ്പെട്ട കാര്യങ്ങളെ തൊട്ട് അവൻ അശ്രദ്ധനായി പോകും, അവൻ അതിനെക്കുറിച്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിക്കുക, അതിൻ്റെ പിന്നാലെ പോകുക, അതിന് ജയ് വിളിക്കുക, അതിന് മുദ്രാവാക്യം വിളിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ റബ്ബ് അവനോട് ആവശ്യപ്പെട്ട ഒരുപാട് കാര്യം ഉണ്ടാവും. അവൻ്റെ നിസ്കാരത്തിൻ്റെ കാര്യം, അവൻ്റെ മറ്റ് അദ്കാറുകളുടെ കാര്യം, അവൻ്റെ സക്കാത്തിൻ്റെ കാര്യം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിയെയും വിളിച്ച് ചോദിക്കുന്നതായ കാര്യങ്ങൾ ഉണ്ടാകും. അതിനെ തൊട്ട് അവന് ശ്രദ്ധ ഉണ്ടാവില്ല. അവന് വലിയ വലിയ വിഷയങ്ങൾ മാത്രമായിരിക്കും ശ്രദ്ധ. അപ്പൊ നമ്മളെ ബാധിക്കാത്തതായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിലെ വലിയ നിഅമത്തും റഹ്മത്തുമാണ്. നമ്മൾ റബ്ബ് ചോദിക്കുകയില്ല. നമ്മളെ ബാധിക്കാത്ത, നമ്മളോട് കൽപ്പിക്കാത്തതായ, നമ്മളോട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാത്തതായ ഒരു കാര്യത്തെക്കുറിച്ചും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയില്ല. നമുക്കതിൻ്റെ
അവകാശമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം മുഴുവൻ മനുഷ്യർക്കും എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, ഇതേത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സംസാരിക്കേണ്ടടുത്തേ നമ്മൾ സംസാരിക്കേണ്ടതുള്ളൂ. നമ്മൾ അഭിപ്രായം പറയേണ്ട വിഷയത്തിലേ നമ്മൾ അഭിപ്രായം പറയേണ്ടതുള്ളൂ. എല്ലാത്തിനും നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, എല്ലാത്തിനും നമ്മുടെ ഒരു കയ്യൊപ്പ് അതിലുണ്ടാകുക എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഅ, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഇസ്ലാമിൽ പെട്ടതാണ് ഖില്ലത്തുൽ കലാമി ഫീമാ ലാ യഅനി, അവനെ ബാധിക്കാത്ത കാര്യങ്ങളിൽ അവന്റെ സംസാരം അത് കുറക്കുക എന്നുള്ളത്. അവനെ ബാധിക്കാത്ത കാര്യങ്ങളിൽ സംസാരം കുറക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. പറയുന്ന കാര്യം നല്ലത് എന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ പറഞ്ഞത്, സംശയമുള്ള കാര്യത്തെക്കുറിച്ച് ചെയ്യാൻ പറഞ്ഞത് ലിയസ്മുത്ത് എന്നാണ്, മിണ്ടാതിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏത് വിഷയമാകട്ടെ, സംസാരമാകട്ടെ, പ്രവൃത്തിയാകട്ടെ, നമുക്ക് ഉപകരിക്കാത്ത കാര്യമാണ് എങ്കിൽ തർക്കുഹു, അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഖായിദയുണ്ട്, മാ ലാ തദ്ഹർ ഫായിദതുഹു ഫൽ അസ്ലു തർക്കുഹു. ഒരു കാര്യത്തിന്റെ ഫായിദ വ്യക്തമല്ലെങ്കിൽ, പ്രകടമല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഉപകരിക്കുന്ന കാര്യത്തിൽ മാത്രമേ സഹോദരങ്ങളെ നമ്മൾ വ്യാപൃതനാവേണ്ടതുള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ എല്ലാം നമ്മളത് ചിന്തിക്കണം. ഒരുപാട് ദൈനംദിന ജീവിതത്തിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലുമൊക്കെ നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ, പണ്ഡിതന്മാർ ഇതിൽ ഒരു ഉദാഹരണമായിട്ട് പറയാൻ, വെറുതെ ഭർത്താവിൻ്റെ സംശയത്തോടുകൂടി ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുക, ഭർത്താവ് ഭാര്യയുടെ ഫോൺ ചെക്ക് ചെയ്ത് നോക്കുക. അല്ല, അങ്ങനെ ഒരു ആവശ്യമൊന്നും അവിടെ വന്നിട്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നോക്കേണ്ടതായ ആവശ്യമൊന്നും വന്നിട്ടില്ല. വെറുതെ അങ്ങനെ എടുത്തു നോക്കുക. ഇത് അവൻ ആവശ്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുമ്പോൾ എന്ത് സംഭവിക്കും? അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാകും, അനാവശ്യമായ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. അല്ലെ, വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ആരുടേതായാലും അസ്ലി നമ്മൾ സലാമത്ത് ആഗ്രഹിക്കുക. നമ്മൾ വെറുതെ എല്ലാത്തിലും ഇടപെട്ട് എല്ലാത്തിലും ഒരു അഭിപ്രായവും തീരുമാനവും ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രയാസങ്ങളാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ അതിനെ തൊട്ട് തഗാഫുൽ, നമ്മൾ അശ്രദ്ധ കാണിക്കുക, തജാഹുൽ, അതിനെക്കുറിച്ച് നമ്മൾ അറിയാത്തതുപോലെ കാണിക്കുക എന്നുള്ളത് സലാമത്ത് ഉണ്ടാക്കുന്ന കാര്യമാണ്, നമുക്ക് മനസ്സമാധാനം ലഭിക്കുന്ന കാര്യമാണ്. നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. നമ്മളെ ബാധിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മുടെ തലച്ചോറിൽ കൊടുക്കേണ്ടതില്ല. കാരണം നമ്മളെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് നമ്മുടെ തലച്ചോറ് ആവശ്യമുണ്ട്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ വേണ്ടതുണ്ട്. നമ്മൾ ബാധിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ തല കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമുക്ക് ശ്രദ്ധ കിട്ടുകയില്ല. നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുകയില്ല, നമ്മുടെ ഇബാദത്തുകളിൽ ശ്രദ്ധ കിട്ടുകയില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വേണ്ടാത്ത കാര്യത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ്. നമ്മൾക്കൂടെ ഒരാവശ്യമില്ല, ഒരു കാര്യത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് നല്ല ഉപകാരം നമ്മളെ കൊണ്ട് ലഭിക്കുകയില്ല എന്നുള്ളത്. എന്നാൽ ഈ ഹദീസൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും? നമ്മളൊരു നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ഒക്കെ ചെയ്താൽ നിന്നെ ബാധിക്കാത്ത കാര്യമല്ലേ, ഒഴിവാക്ക്, ഓൻ്റെ ദീനായിട്ട് പോയിക്കോട്ടെ, ഓനോൻ വിശ്വസിക്കുന്നത് പോലെ പോയിക്കോട്ടെ, ഓനോൻ ചെയ്യുന്നത് പോലെ ചെയ്യോട്ടെ. അല്ലേ, നമ്മളൊരാളോട് നബിദിനം കഴിക്കാൻ പാടില്ല എന്നൊക്കെ, നീ കഴിക്കണ്ട, നീ എന്തിനും ഓനെ കുറിച്ച് പറയണം, ഓനെ ചെയ്തോട്ടെ എന്ന് പറയും. നിന്നെ ബാധിക്കാത്തതാണ്. അത് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ അല്ല. അല്ലേ, അതാണോ? അല്ല. നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ വേണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് തീർച്ചപ്പെടുത്തി കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് മാ ലാ യഅനി അല്ല, മാ യഅനീഹിയാണ്, നമ്മളെ ബാധിക്കുന്നതായ കാര്യമാണ്. നന്മ കൽപ്പിച്ചില്ലെങ്കിൽ തിന്മ വിരോധിച്ചില്ലെങ്കിൽ ഫിത്നകൾ ഒന്നാകെ വരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക, നമ്മളെ ബാധിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ നന്മ കൽപ്പിക്കാൻ ഇറങ്ങുന്നത്, അതുകൊണ്ടാണ് നമ്മൾ തിന്മ വിരോധിക്കാൻ ഇറങ്ങുന്നത്. നമ്മളെ ബാധിക്കുന്നതാണ്. നമ്മുടെ മുന്നിൽ തിന്മ കണ്ട് നമുക്കത് സംസാരിക്കാൻ കഴിയുന്നതാണ്, നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നതാണ്, താക്കീത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ മിണ്ടാതിരുന്നാൽ അതിൻ്റെ പേരിലായിരിക്കും നമ്മൾ കുറ്റക്കാരാകുക. അതുകൊണ്ട് അതൊരിക്കലും ചില ആളുകൾ ഈ ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് അതിനെ അങ്ങനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അത് ശരിയല്ല. മറിച്ച് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് നമ്മെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ഹദീസ്, അനിൽ മിഖ്ദാം ഇബ്നു മഅദി കരിബ്
റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മല ഇബ്നു ആദം വിആഅൻ ശർറൻ മിൻ ബത്ൻ അഖ്റജഹു തിർമിദിയു വഹസ്സനഹു. സഹാബിയുടെ പേര് അൽ മിഖ്ദാം ഇബ്നു മഅദി കരീബ്. ഭാഷ പഠിക്കുന്ന ആളുകൾക്കറിയാം, അത് തർക്കീബുൻ മസ്ജിയാണ്. ഹദ്രമൗത്ത് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വാക്കാണത്. ആ സഹാബി പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ മല ഇബ്നു ആദം സന്തതി അവൻ നിറച്ചിട്ടില്ല, വിആഅൻ ഒരു പാത്രം, ശർറൻ മിൻ ബത്ൻ വയറിനേക്കാൾ മോശമായ ഒരു പാത്രം ആദം സന്തതി നിറച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നിറക്കാറുണ്ട്. നമ്മൾ പാത്രം നിറക്കാറുണ്ട്, കുപ്പിയിൽ വെള്ളം നിറക്കാറുണ്ട്, അങ്ങനെ പലതും നമ്മൾ നിറക്കാറുണ്ട്. സഞ്ചിയിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും നിറയ്ക്കും. അങ്ങനെ മനുഷ്യൻ നിറക്കുന്ന ഒരു പാത്രത്തിൽ, വിആ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പാത്രം എന്നൊക്കെ പറയാവുന്നതാണ്. അങ്ങനെ നിറക്കുന്നതിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം, അവൻ നിറക്കുന്നതിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം മിൻ ബത്ൻ അവന്റെ വയറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് സഹോദരങ്ങളെ എന്തറിയിക്കുന്ന കാര്യമാണ്? വയറ് നിറക്കുക എന്നുള്ളത്, വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, വയറ് നിറയെ കുടിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. കാരണം വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് ഗഫ്ലത്തിന് കാരണമാക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാത്ത ഗഫ്ലത്ത് അവനുണ്ടാകും. അതുപോലെ അധികരിച്ച ഉറക്കം അവനുണ്ടാകും. അവനെപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തയുണ്ടാകുക. അത് മുഖേന ധാരാളം രോഗങ്ങളും മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, വയറെന്ന് പറയുന്നത് ഒരു സഞ്ചി പോലെയല്ല. സഞ്ചിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിറച്ചിട്ട് നമുക്ക് വേണമ്പോൾ പുറത്തേക്ക് ഇറക്കി വെക്കാൻ പറ്റും. വയറങ്ങനെയല്ല. വയറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിറച്ചു കഴിഞ്ഞാൽ അത് വെറുതെ നിൽക്കുന്നതല്ല, അത് ധാരാളമായി പണിയെടുക്കും. അങ്ങനെ പണിയെടുത്ത് നമ്മുടെ ശരീരാവയവങ്ങൾ അതിന് ദോഷമുണ്ടാകുന്നതാണ്. വയറ് ഭക്ഷണത്തിന് പുറമെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. അദ്ദേഹം പ്രത്യേകം ഉണർത്തുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ധാരാളമായി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് പാടില്ലാത്ത കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറയുന്നത് കാണാൻ സാധിക്കും, അൽ അംറാദുൽ മുറക്കബ മിനൽ ഗദാഇൽ മുറക്കബ്. ഇങ്ങനെ സങ്കീർണമായ രോഗങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത് വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുക എന്നുള്ളതാണ്. പല ജാതി ഭക്ഷണങ്ങൾ അല്ലെ ഇന്നത്തെ രീതിയിൽ പാർട്ടികളും മറ്റുമൊക്കെ അങ്ങനെയാണ്. എന്തൊക്കെ ജാതികൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റുമോ അതൊക്കെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കഴിക്കുക. ഒന്നിനു പുറമെ ഒന്നായി മറ്റൊന്നായി ഒരുപാട് തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുമിച്ച് കഴിക്കുക എന്ന് പറയുന്നത് സങ്കീർണമായ രോഗങ്ങൾ കൂടി ഉണ്ടാക്കുമെന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്, വലിദാലിക കാനൽ ബാദിയത്തു അഖല്ലുൻ നാസി അംറാദൻ മുറക്കബ വഅസ്ഹലുഹും മുആലജ. അതുകൊണ്ടാണ് വാദിയിലും മറ്റും താഴ്വരയിലും മറ്റും അധികം നാഗരികമായി ബന്ധമില്ലാത്ത താഴ്വരയും മറ്റുമൊക്കെ ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് ഏറ്റവും സങ്കീർണമായ രോഗങ്ങൾ ഏറ്റവും കുറവ് അവർക്കാണ്. അതുപോലെ ചികിത്സയൊക്കെ പെട്ടെന്ന് ഫലിക്കുക അത്തരക്കാരായ ആളുകൾക്കാണ് എന്ന് കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിവിടെ കൊടുത്തിട്ടില്ല, ഫഇൻ കാന ലാ മഹാല ഫസുലുസുൻ ലിതആമി വസുലുസുൻ ലിശറാബി വസുലുസുൻ ലിനഫസി. അവനി കുറച്ച് കഴിക്കാൻ സാധിക്കുന്നെങ്കിൽ അവൻ കഴിക്കുന്നത് കൂടിപ്പോയാൽ എത്ര കഴിക്കട്ടെ, അവന്റെ വയറിന്റെ 1/3 അവൻ ഭക്ഷണവും 1/3 വെള്ളവും 1/3 ശ്വാസോച്ഛ്വാസത്തിനും അവൻ ഒഴിവാക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അത് നമുക്ക് ദീൻ മാത്രമല്ല ദുനിയാവും കൂടി നഷ്ടപ്പെടുന്ന കാര്യമാണ്, ദുനിയാവിൽ കൂടി അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ദീനിൽ ഉണ്ടാകുന്ന നഷ്ടം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ മനുഷ്യന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റബ്ബിനെ എപ്പോഴും ദിക്ർ ചെയ്യാം, അള്ളാഹുവിനെ ഓർമ്മിക്കുക, ഗഫലത്തില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ഗഫലത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ വാജിബുകളിൽ വീഴ്ച വരുത്തും, അല്ലെ, വാജിബുകളിൽ വീഴ്ച വരുത്തും. അതുപോലെ ഹറാമുകളിലേക്ക് അവൻ പെട്ടെന്ന് വീഴാനുള്ള സാധ്യത കൂടുതൽ വയറ് നിറയുമ്പോഴാണ് എന്നാണ്. അപ്പോൾ ദീനിനെ അവൻ ബാധിക്കുന്നുണ്ട്. അപ്പൊ ദുനിയാവിൽ ഈ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്ത രോഗങ്ങൾ അവനെ ബാധിച്ചുകൊണ്ട് റബ്ബിനെ നന്നായി ഇബാദത്ത് ചെയ്യാൻ സാധിക്കാത്തതായ അവസ്ഥ അവന് പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈ ഹദീസിലുള്ള ഫായിദ അന്ന ശരീഅത്തുൽ ഇസ്ലാമിയ്യ ജാഅത് ബിദവാഇൽ ഖുലൂബി വദവാഇൽ അബ്ദാൻ. ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഹൃദയത്തിനുള്ള മരുന്നുകളുമുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിനുള്ള മരുന്നുകളുമുണ്ട്. ശരീരത്തിന്റെ മരുന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള
മുആലജയാണ്, നേരത്തെയുള്ള പ്രിവെൻഷനാണ് ഉദ്ദേശിക്കുന്നത്. മരുന്ന് അല്ല, ഏറ്റവും നല്ല മരുന്ന് എന്താണ്? അത് മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽപ്പെട്ടതാണ് ഭക്ഷണം കുറച്ച് കഴിക്കുക എന്നുള്ളത്. അപ്പൊ രോഗം കുറയാൻ ആഗ്രഹിക്കുന്നവർ ഭക്ഷണം കുറച്ചാൽ അതവർക്ക് ഉപകരിക്കും. അന്ന ശരീഅത്തുൽ ഇസ്ലാമിയ ജാഅത് ബിതവഖിൽ അസ്ബാബിൽ മൂജിബതി ലിൽ അദാ. ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും സംരക്ഷണവുമായിട്ടാണ് ദീനുൽ ഇസ്ലാം വന്നിട്ടുള്ളത്. കാരണം കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഉപദ്രവം ഉണ്ടാക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും, ലാ യഹില്ലു ലിൽ ഇൻസാനി അൻ യഅകുല അകലൻ യതഅദ്ദാ ബിഹി. തന്റെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന അത്രയും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ഹലാലല്ല, അനുവദനീയമല്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ല, ഒരുപാട് കഴിച്ചാൽ ശരീരത്തിന് ഉപദ്രവം ഉറപ്പുള്ള അങ്ങനെയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല. ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അത് ഇന്നാലിന്ന ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തും കഴിക്കും എന്ന് പറയുന്നവനല്ല. ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറഞ്ഞു ഇത് ഇങ്ങനെ കഴിക്കാൻ പാടില്ല, ഇത് വലിയ ഉപദ്രവം ഉണ്ടാക്കും എന്നറിഞ്ഞാൽ അത് മാറിയിരിക്കേണ്ടവനാണ്. അപ്പോൾ ചില ആളുകൾ, പ്രായമായ ആളുകൾ ചിലപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയില്ല, വരുന്നത് വരട്ടെ. അത് ശരിയല്ല. ഉദാഹരണത്തിന് ഒരുപാട് ഷുഗർ പേഷ്യൻ്റായ ഒരാളാണ്, ഷുഗർ ഭയങ്കരമായിട്ടുണ്ട്, 300 ഉണ്ട്, 400 ഉണ്ട്. ഞാൻ അങ്ങനൊന്നുമില്ല, ഞാൻ മരിക്കട്ടെ, അല്ലെ, അള്ളാന്റെ കദർ. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കണം. അതവൻ്റെ ദീൻ താല്പര്യപ്പെടുന്ന കാര്യം. ചില ആൾക്കാർ വിചാരിക്കുന്നത് ദീനിൽ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല എന്നാണ്. അല്ല, നിനക്ക് ഉപദ്രവം ഉണ്ടാക്കുമെന്ന് പറയുന്ന കാര്യം അത് ഉറപ്പുള്ള കാര്യമാണ് എങ്കിൽ അതിൽ നിന്ന് നീ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നീ വേണ്ടത്. കാരണം നിന്റെ ശരീരം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ അതിനെ മാറ്റിവെക്കേണ്ടതാണ്. അല്ല, നീ ഇല്ലാതായിപ്പോയാൽ, പ്രയാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നന്നായി ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില റിവായത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ് നിറയെ പാല് കുടിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കങ്ങനെ വയറ് നിറച്ചൂടെ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അത് ശരിയാണ്, അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ വലാകിൻ ഹാദ അംറുൻ നാദിർ, ഇത് വളരെ നാദിറായ, വല്ലപ്പോഴും റെയറായിട്ട് സംഭവിച്ച കാര്യമാണ്. വന്നാദിർ ലാ ഹുക്മ ലഹ്, അങ്ങനെ റെയറായിട്ട് സംഭവിക്കുന്ന, എപ്പോഴെങ്കിലും സംഭവിക്കുന്ന കാര്യത്തിന്റെ വിഷയത്തിൽ ഒരു വിധി പറയുകയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ ചെയ്യിപ്പിച്ചത് അള്ളാഹുവിന്റെ നിഅമത്ത് അദ്ദേഹം മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ധാരാളം വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അബൂ ഹുറൈറ ധനികനായിട്ടില്ല, പിന്നീട് അദ്ദേഹം ധനികനാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദരിദ്രനായി ജീവിച്ച വ്യക്തിയാണ്. പട്ടിണി കൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിനടുത്ത് മറിഞ്ഞു വീണിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ നിഅമത്ത് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിപ്പിച്ചതാണ്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, വല്ലപ്പോഴും ഒരാൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് തെറ്റല്ല. വല്ലപ്പോഴും ഒരാൾ ഭക്ഷണം വയറ് നിറയെ കഴിക്കുന്നത് തെറ്റല്ല. പക്ഷെ അതൊരാളുടെ ദൈനംദിന ജീവിതമാക്കി മാറ്റാൻ പറ്റൂല. എപ്പോഴും വയറ് നിറക്കുക, എല്ലാ നേരവും വയറ് നിറക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. വയറ് നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്ന ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമുക്ക് ദീനിലും ദുനിയാവിനും ഒരുപോലെ ഉപകരിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞൊരു പ്രയോഗത്തിൽ ചില ആളുകൾ ഇപ്പോൾ ഭക്ഷണത്തിന് 1/3, വെള്ളത്തിന് 1/3, ശ്വാസോച്ഛ്വാസത്തിന് 1/3 എന്ന് പറയുമ്പോൾ ഇത് 3 വയറിലാണോ? അല്ല, വെള്ളവും ഭക്ഷണവുമാണ് വയറിലുള്ളത്. ശ്വാസോച്ഛ്വാസം വയറുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് നമ്മുടെ ലങ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് വയറിൽ നമ്മൾ ശ്വാസോച്ഛ്വാസത്തിനൊരു 1/3 വെക്കുക എന്ന ചോദ്യം? സഹോദരങ്ങളെ, ഭക്ഷണം നന്നായി കഴിച്ചാൽ, വെള്ളം നന്നായി കുടിച്ചാൽ അതോടൊപ്പം തന്നെ നമുക്ക് ശ്വസിക്കാനുള്ള പ്രയാസം ഉണ്ടാവും. അത്രയും വെള്ളവും ഭക്ഷണം കുടിച്ചാൽ ശ്വാസം തന്നെ അത് ശരിയാവുകയില്ല. അപ്പൊ അത് വേറെ റൂട്ടാണ്. പക്ഷെ അതിനു വേണ്ടി നീ നിന്റെ വയറ് കാലിയാക്കി വെച്ചാൽ അത് ശരിക്കും നടക്കുകയുള്ളൂ എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ അഖ്റജഹു തിർമിദി വഇബ്നു മാജാ വസനദുഹു ഖവിയ്യുൻ. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞത്? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താഉൻ, ആദം സന്തതികൾ മുഴുവനും ധാരാളമായി തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈൻ, ആ ധാരാളം തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും നന്മയുള്ളവർ അത്തവാബൂൻ, തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രയോഗം ഖത്താഉൻ എന്ന് പറഞ്ഞാൽ ധാരാളം തെറ്റ് ചെയ്യുന്നവർ എന്നാണ് അർത്ഥം. ചെറിയ തെറ്റുകളല്ല,
ധാരാളം തെറ്റ് ചെയ്യുന്നവരാണ് ആദം സന്തതികൾ. എങ്ങനെയാണ് തെറ്റ് എന്ന് പറയുന്ന കാര്യം? എന്താണ് തെറ്റ്? രണ്ട് രൂപത്തിലാണ്. ഇമ്മ ബിതർക്കി വാജിബിൻ ഔ ബിഫിഅലി മുഹറം. വാജിബായ ഒരു കാര്യം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഏറ്റവും ഗൗരവമുള്ള തെറ്റാണ് ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുക. ഇപ്പൊ സക്കാത്ത് കൊടുക്കേണ്ടത് സമയത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ തെറ്റാണ്. റമദാനിൽ ഒരു നോമ്പ് അർഹതയില്ലാതെ മുറിച്ചിട്ടുണ്ടെങ്കിലോ വലിയ തെറ്റാണ്. ഇപ്പൊ വാജിബായ കാര്യങ്ങൾ ഒരാൾ ഉപേക്ഷിക്കുക തെറ്റാണ്. ഹറാമായ ഒരു കാര്യം ഒരാൾ ചെയ്യുക, ഇത് രണ്ടും തെറ്റാണ്. ഇപ്പൊ ഈ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നവരാണ്, അത് തന്നെ ധാരാളമായി വീഴ്ച വരുത്തുന്നവരാണ് ആദം സന്തതികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ആദം സന്തതികളിൽ വീഴ്ച വരുത്തുന്നവരെല്ലാവരും ഒരുപോലെയല്ല. ചില ആളുകൾ ആ വീഴ്ചയെ തൊട്ട് അവരൊന്നും ഗൗനിക്കാത്ത ആളുകളാണ്. ആ വീഴ്ച വരുത്തിയതിനെ തൊട്ടൊരു പ്രയാസം പോലും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല, അതിനവർ ഗൗനിക്കുകയില്ല. അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. ആ വീഴ്ച വരുത്തിയ ആളുകളിൽ മോശപ്പെട്ട ആളുകളാണ്. എന്നാൽ വീഴ്ച വരുത്തിയ ആളുകളിൽ നല്ലവരുമുണ്ട്. ആരാണവർ? അത്തവാബൂൻ. ആ വീഴ്ചയിൽ നിന്നും തൗബ ചെയ്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുന്ന ആളുകളാണ് അതിലേറ്റവും ഖൈറുള്ളവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൻ സഹോദരങ്ങൾ, തിന്മകൾ സംഭവിക്കുക എന്നുള്ളത് നിശ്ചയമായും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. മനുഷ്യർക്ക് തിന്മകൾ സംഭവിക്കുന്നതാണ്. എന്നാൽ ആ തിന്മകൾ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. എങ്ങനെയാണ് തൗബ ചെയ്ത് മടങ്ങേണ്ടത്? പണ്ഡിതന്മാർ അതിന് 5 നിബന്ധനകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലേ നമുക്ക് ആ ഖൈറുള്ള ആളുകളിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ 5 നിബന്ധനകൾ പാലിച്ച് നമ്മൾ തൗബ ചെയ്യണം. തൗബ എന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്നൊരു വാക്കല്ല. ആ വാക്ക് പറഞ്ഞാൽ നമ്മൾ ഖൈറു ആ ആളുകളിൽ പെടുകയില്ല. ഖൈറുന്നാസിൽ, ആ തിന്മകൾ സംഭവിക്കുന്ന ആ നല്ല ആളുകളിൽ നമ്മൾ പെടുകയില്ല. മറിച്ച് ഈ 5 നിബന്ധനകൾ പാലിച്ച് നമ്മൾ തൗബ ചെയ്യണം. ആ നിബന്ധനകളിൽ ഒന്നാമത്തേത് സഹോദരങ്ങളെ, ഇഖ്ലാസുൻ നിയ്യത്തിലില്ലാഹ്. ഏതൊരു കർമ്മത്തിനും ഇഖ്ലാസ് വേണമെന്നതുപോലെ തൗബയിലും ഇഖ്ലാസ് വേണം. ആരെങ്കിലൊക്കെ കാണിക്കാൻ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? തിന്മയിൽ നമ്മളൊരാൾ ഉപദേശിക്കും, ഇല്ല ഞാൻ മാറി എന്ന് പറഞ്ഞ് തൗബ ചെയ്യുക, ആളുകളുടെ മുന്നിൽ മാത്രം തൗബ ചെയ്യുക, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അല്ല, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഏതെങ്കിലും തിന്മയിൽ നിന്ന് വിട്ടു നിന്നാൽ തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ മക്കൾക്കത് ഉപകരിക്കുകയില്ല. അല്ലെങ്കിൽ അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലുമൊക്കെ തിന്മയിൽപ്പെട്ടാൽ അത് അവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി തിന്മ നിന്ന് വിട്ടുനിന്നാൽ അത് തൗബയായി പരിഗണിക്കുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാനത് ഉപേക്ഷിക്കുന്നു, ആ നിയ്യത്തിനാണ് ഇഖ്ലാസുൻ നിയ്യ ഈ വിഷയത്തിൽ പറയുന്നത്. ഈ തിന്മ അല്ലെങ്കിൽ ഈ നന്മ ചെയ്യാത്തത്, കൽപ്പന ഞാൻ പാലിക്കാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ അതിൽ നിന്ന് തൗബ ചെയ്ത് ഇനി മുതൽ കൃത്യമായി നിസ്കരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഞാൻ ഇന്ന തിന്മ ഇനി മുതൽ ഉപേക്ഷിക്കും എന്ന ഇഖ്ലാസ് ഒന്നാമതായി ഉണ്ടാക്കണം. അങ്ങനെ ഇഖ്ലാസ് ഇല്ലാത്ത തൗബ റബ്ബ് സ്വീകരിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അന്നദ്മു അലാ മാ വഖഅ. അവൻ സംഭവിച്ച പോയ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ഖേദം അവനുണ്ടാകണം എന്ന് പറയും. അത്തൗബത്തു അന്നദും എന്നതിന് ഹദീസിൽ വന്നിട്ടുണ്ട്. തൗബ എന്ന് പറയുന്നത് തന്നെ ആ ഖേദാണ്. ആ തിന്മ പറ്റിപ്പോയി എന്നുള്ളതിനെ തൊട്ട് അവന് പ്രയാസം ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ ആ തിന്മ സംഭവിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ നിൽക്കുക, എന്നിട്ട് തൗബ ചെയ്തു എന്ന് പറയുക, അതിന് മനസ്സിലൊരു പ്രയാസം അതിന് തോന്നിയിട്ടില്ല എങ്കിൽ ഇത് തൗബയായിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ അത് തൗബയായിട്ടില്ല. തൗബയാണ് എങ്കിൽ നമുക്ക് അങ്ങേയറ്റത്തെ ഖേദത്തോടു കൂടി നമ്മൾ അതിൽ നിന്ന് മടങ്ങിപ്പോണം. ഞാൻ റബ്ബിനോട് ചെയ്യേണ്ട ഈ കൽപ്പനകളിലൊക്കെ വീഴ്ച വരുത്തിയല്ലോ, അല്ലെങ്കിൽ ഈ വിലക്കുകളൊക്കെ റബ്ബ് വിലക്കിയിട്ടും ഞാനത് ചെയ്തല്ലോ എന്ന ഖേദം ഒരാൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അൽ ഇഖ്ലാഉ അനി ദംബി ഫിൽ ഹാൽ. അവൻ ആ ചെയ്ത തിന്മയിൽ നിന്നും പൂർണ്ണമായി അവനത് വെടിയേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ സാമ്പത്തികമായ ഒരു ഇടപാടിലുള്ളൊരു തിന്മയിലാണ് പെട്ടിട്ടുള്ളത് എങ്കിലോ അതിലുള്ള ഇഖ്ലാ എന്ന് പറയുന്നത് ആ സാമ്പത്തിക ബാധ്യതയൊക്കെ തിരിച്ചേൽപ്പിക്കണം. ഒരാളെ പറ്റിച്ച് സാമ്പത്തികമായി പറ്റിച്ചെടുത്തുകൊണ്ട് വന്നു, മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലേക്ക് എടുത്തുകൊണ്ട് വന്നു, എന്നിട്ട് തൗബ ചെയ്യുക, ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യുക. ഖേദമുണ്ടായി, മനസ്സിലുള്ള ഖേദമുണ്ടായി, പക്ഷെ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിലോ കാര്യമില്ല. കാരണം അതിൻ്റെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യതയാണ്. സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെയാണ്. ഇനി അതല്ല, ശാരീരികമായിട്ടാണ് നമ്മൾ ഒരാൾ ഉപദ്രവിച്ചിട്ടുള്ളതെങ്കിലോ അയാളുടെ അടുക്കൽ പോയി പൊരുത്തപ്പെടിയിക്കണം. അല്ലെ, എനിക്കൊരു അബദ്ധം പറ്റിയപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു പോയതാണ്, നിങ്ങൾ എനിക്ക് ക്ഷമിക്കണം, പരലോകത്തേക്ക് വെക്കരുത് എന്ന് പറഞ്ഞ് അയാളോട് പോയി പൊരുത്തം നേടണം. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്, അത് അയാളുടെ അഭിമാനത്തിൽ ക്ഷതം വരുത്തിയ കാര്യമാണ്. ഗീബത്തോ മറ്റോ ഒക്കെ പറഞ്ഞിട്ട് അയാളെ കുറ്റം പറഞ്ഞു, ഇല്ലാത്തത് പ്രചരിപ്പിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചതുണ്ടാകാം.
ഇതിനെങ്ങനെയാണ് പൊരുത്തപ്പെടിക്കേണ്ടത്? പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഗീബത്ത് പോലെയുള്ള തിന്മകളിലാണ് ഒരാൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതും പോയി അയാളോട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചിലർ പറഞ്ഞു അങ്ങനെ പറയുക എന്നുള്ളത് മിക്കവാറും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞത് ഇയാൾ അറിയുകയുണ്ടായിട്ടില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യം അത് പ്രചരിച്ചു, ഇയാൾ അറിഞ്ഞതാണെങ്കിൽ നമ്മൾ എന്തായാലും പോയിട്ട് പറയണം, ഞാനാണ് ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ നിങ്ങളോട് അന്നത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്, പുറത്ത് പറഞ്ഞു. കാരണം അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇയാളെ ഗീബത്ത് പറഞ്ഞത് ആരും അറിഞ്ഞിട്ടില്ല, അയാളും അറിയില്ല. അങ്ങനെ ഒരു സംഭവമാണെങ്കിലോ നമ്മൾ പോയി പറയുന്നത് വഴി അയാൾ അപ്പോൾ അറിയുക വഴി അയാൾ എന്ത് ചെയ്യും? നമ്മളോട് ചിലപ്പോൾ അകൽച്ച ഉണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് പറയേണ്ടതില്ല എന്നാണ്. ഒരു ഹദീസിൽ വന്നു കഫാറത്തുൽ ഇഗ്തിയാബി അൻ തസ്തഗ്ഫിറ ലിമൻ ഇഗ്തബത്ഹു എന്ന് വന്നിട്ടുണ്ട്. ഒരാൾ നീ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തം അയാൾക്ക് വേണ്ടി നീ പാപമോചനം തേടുക എന്നുള്ളതാണ്. അതുപോലെ അയാളെക്കുറിച്ച് നല്ലത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും. അല അല്ല യഊദ്, ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് മടങ്ങിപ്പോകുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം അയാൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. തൗബയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മളൊരു തിന്മയിൽ നിന്നും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന സമയത്ത് നമ്മുടെ കൽബിൽ ഏറ്റവും നന്നായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, ഇനി ഞാൻ ആ തിന്മയിലേക്ക് മടങ്ങിപ്പോകുകയില്ല. നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിരിക്കണം ആ തിന്മയോട് നമ്മൾ നിലപാടെടുക്കേണ്ടത്. ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല എന്നുള്ളത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒരാൾ അങ്ങനെ തീരുമാനിച്ചാൽ പോലും പിന്നീട് അതേ തിന്മയിൽ അയാൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവൻ ആദ്യം തൗബ ചെയ്യുന്ന സമയത്ത് എന്താണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാൻ ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്നുള്ളതാണ്. അത് അവൻ ഇഖ്ലാസോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തൗബ മക്ബൂലാണ്, സ്വീകരിക്കപ്പെടുന്ന തൗബ തന്നെയാണ്. പിന്നീട് അവൻ അതേ തിന്മയിൽ സംഭവിച്ചാൽ പോലും. പക്ഷേ എന്തുണ്ടാകാൻ പാടില്ല? ആദ്യത്തെ തൗബ ചെയ്യുന്ന സമയത്ത് എന്നൊരവസരം കിട്ടുകയാണ് എങ്കിൽ ഞാൻ ആ തിന്മയിലേക്ക് മടങ്ങും എന്ന നിയത്തോടു കൂടി മാറി നിൽക്കാൻ പാടില്ല. അത് തിന്മയിലേക്ക് മടങ്ങുകയില്ല എന്ന് പറയുന്ന ഈ നിബന്ധന ഇല്ലാതാക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആത്മാർത്ഥമായി മടങ്ങുകയില്ല എന്ന് റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ഇഖ്ലാസോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൗബ സ്വീകരിക്കപ്പെടും. പിന്നീട് അവൻ അബദ്ധം സംഭവിച്ചാലും അതേ രൂപത്തിൽ അവൻ തൗബ ചെയ്താൽ മതി. പക്ഷെ തൗബ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവനൊരവസരം കിട്ടുകയാണെങ്കിൽ ആ തിന്മയിലേക്ക് പോകുമെന്നുള്ള നിയത്തിലല്ല തൗബ ചെയ്യേണ്ടത്. അപ്പോൾ അത് നിബന്ധനകൾ പാലിക്കാത്ത തൗബയായി പോകും, അത് സ്വീകരിക്കപ്പെടാതായിത്തീരും. അഞ്ചാമത്തെ നിബന്ധന അൻ തകൂന തൗബതു ഫീ വഖ്തിൻ ലാ തുറദ്ദു ഫീഹി തൗബ. തൗബ തള്ളപ്പെടുന്ന ഒരു സമയത്ത് തൗബ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ തൗബ എല്ലാ സമയത്തും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. തൗബ സ്വീകരിക്കാത്ത സമയമുണ്ട്. അത് പ്രത്യേകമായ സമയം. ഓരോ മനുഷ്യനും ഉണ്ടാകുന്ന ഒരു സമയം അവന്റെ റൂഹ് തൊണ്ടക്കൊഴിയിലെത്തുന്ന ആ സമയമാണ്. അവൻ മരണം മുന്നിൽ കാണുന്ന സമയം. സഹോദരങ്ങളെ, ആ സമയത്ത് ഞാൻ എന്ത് തൗബ ചെയ്തെന്നാണ് അള്ളാഹ് സ്വീകരിക്കാത്തൊരു സമയമാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ, വലൈസത്തി തൗബതു ലില്ലദീന യഅമലൂന സയ്യാത്ത്. ധാരാളം തിന്മകൾ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾക്കല്ല തൗബയുള്ളത്. എന്താണ് അവർ ചെയ്യുന്നത്? ഹത്ത ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്. അവരിൽ ഒരാൾക്ക് മരണം എത്തി കഴിഞ്ഞാൽ ഖാല ഇന്നി തുബ്തുൽ ആൻ, റബ്ബേ ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ അവന്റെ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അവൻ ഇസ്ലാമിലേക്ക് തൗബ ചെയ്ത് ഷഹാദത്തും എല്ലാം തയ്യാറാവും, അള്ളാഹ് സ്വീകരിക്കുകയില്ല. ചിലപ്പോൾ വിദഅത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ആ സമയത്ത് ഞാനിതാ സുന്നത്തിലേക്ക് വന്നിരിക്കുന്നു എന്നായിരിക്കും. ചിലപ്പോൾ മഅസിയത്തുകളിൽ നിന്നായിരിക്കും. എന്ത് തന്നെയാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിൽ നിന്നും തൗബ സ്വീകരിക്കാത്ത സമയമാണ് അവൻ മരണം മുന്നിൽ കാണുന്ന സമയത്ത്. അല്ലെ, അങ്ങനെ അള്ളാഹു സ്വീകരിച്ചിരുന്നെങ്കിൽ ഫിർഔൻ മുസ്ലിമായി നമ്മൾ മനസ്സിലാക്കണമായിരുന്നു. കാരണം ഫിർഔൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവൻ മരണവെപ്രാള സമയത്ത്, വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ സമയത്ത് ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. ഫിർഔൻ മരിക്കുന്നതിന് മുമ്പ് അവന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകളായിരുന്നു അത്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അങ്ങനെയുള്ള റബ്ബിൽ, ബനു ഇസ്രായേലുകാർ വിശ്വസിച്ച ആ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് ഫിർഔൻ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചിട്ടില്ല. കാരണം എന്താണ്?
മരണം മുന്നിൽ കാണുന്ന സമയത്തുള്ള തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പ്രത്യേകം കാണാം. അതുപോലെ സഹോദരങ്ങളെ, എല്ലാവർക്കും വരുന്ന ഒരു ഘട്ടമാണ് ഖിയാമത്ത് നാളിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇപ്പോൾ കിഴക്കാണ് എല്ലാ ദിവസവും നമ്മൾ ഉദിച്ച് കാണുന്നത്. അങ്ങനെ പടിഞ്ഞാറ് ഉദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം അങ്ങനെ വരുന്ന സമയത്ത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാകും, അതേ മുസ്ലിമീങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇത് അവർ പറഞ്ഞതുപോലെ തന്നെ സൂര്യൻ ഇതാ ഇന്ന് പടിഞ്ഞാറാണ് ഉദിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം ശരിയായിരുന്നു. ശിർക്കിലും കുഫ്റിലും യുക്തിവാദത്തിലും മതനിരാസകതയിലും ഒക്കെയുള്ള മുഴുവൻ മനുഷ്യർക്കും അന്ന് മനസ്സിലാകും ഇസ്ലാമാണ് ശരി. അവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തയ്യാറാകും. പക്ഷെ അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല. തിന്മകളിൽ മുഴുകിയ ആളുകൾ അന്ന് നന്മയിലേക്ക് വരാൻ തയ്യാറാകും. അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. ആ രൂപത്തിൽ സഹോദരങ്ങളെ, പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചു പൊങ്ങിയാൽ അത് ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പിന്നീട് തൗബ സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ തൗബ തള്ളപ്പെടുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ തൗബ ചെയ്യണം. അതതിന്റെ പ്രധാനപ്പെട്ട സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനയാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അടുത്ത ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സംതു ഹിക്മത്തുൻ വഖലീലുൻ ഫാഇലുഹു അഖ്റജഹു البيهقي في الشعب بسند ضعيف وصحح أنه موقوف من قول لقمان الحكيم. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസായി സ്ഥിരപ്പെടാത്തതാണ്. എന്നാൽ ലുഖ്മാനുൽ ഹക്കീം, ലുഖ്മാൻ അദ്ദേഹം ഇത് പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് കാര്യം? അസ്സംതു ഹിക്മ. സംത് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, സുക്കൂത്ത്, മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അതിന്റെ സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ് ഹിക്മത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ് ഹിക്മ എന്ന് പറയുന്നത്. കാര്യങ്ങൾ അതിന്റെ സ്ഥാനത്ത് വെക്കലാണ്. നീ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഒരു നന്മയാണ്. പക്ഷേ ഖലീലുൻ ഫാഇലുഹു, അത് ചെയ്യുന്ന ആളുകൾ തുലവും കുറവാണ്, വളരെ കുറവേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സംസാരിക്കുന്നിടത്തോളം കാലം ആ സംസാരം ഒന്നുകിൽ ഉപകാരമുള്ളതോ ഉപദ്രവമുള്ളതോ ആകാൻ സാധ്യതയുണ്ട്. അതായത് രണ്ടാലൊരവസ്ഥയാണ്. പക്ഷെ അവൻ സംസാരിക്കാതെ മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ അവൻ സുരക്ഷിതനാണ്. കാരണം അവനൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചിട്ട്. എന്നാൽ ഇത് നിരുപാധികമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ചില സ്ഥലങ്ങളിൽ സംസാരിക്കാതിരിക്കലാണ് ഉപദ്രവം, അല്ലെ? ഒരു വ്യക്തമായ ഒരു ദുൽമ സംഭവിച്ചിട്ട് നമ്മളതിന് സാക്ഷിയാണ്. ആരെങ്കിലും ഇത് കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ മിണ്ടാതെന്നാൽ നമ്മൾ വലിയ ദുൽമാണ് അവിടെ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നയാൾ ആക്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നയാളുടേത് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് തിന്മകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനതിന് സാക്ഷിയാണ് എന്ന് പറയേണ്ടടുത്ത് നമ്മൾ പറയുക തന്നെ വേണം. അവിടെ നമ്മൾ മിണ്ടാതിരുന്നാലോ ആ തിന്മയോട് കൂട്ടു നിൽക്കുന്നത് പോലെ ആയിപ്പോകും. ആ രൂപത്തിൽ നമ്മൾ എല്ലാ സമയത്തും മിണ്ടാതിരിക്കുക എന്നുള്ളത് അത് നന്മയല്ല. മറിച്ച് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക എന്നുള്ളത് അത് ചില സമയത്ത് നിർബന്ധമാകും, ചില സമയത്ത് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമായിരിക്കും. ഖലീലുൻ ഫാഇലുഹു. എന്നാൽ പൊതുവെ സംസാരം കുറക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളെ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അധികം ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല. അധികം ആളുകളും ധാരാളം സംസാരിക്കുന്നവരാണ് എന്നാണ് ഈ വാക്യങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ അറിയപ്പെട്ട ഇസ്ലാമിന്റെ പൊതു താല്പര്യങ്ങളോട് യോജിക്കുന്ന കാര്യമാണ് സംസാരം കുറക്കുക എന്ന് പറയുന്നത്. ഇതോടുകൂടി ഈ അധ്യായം അവസാനിച്ചു. കിതാബുൽ ജാമിഇൽ അടുത്ത അധ്യായം ബാബു അത്തർഹീബ് മിൻ മസാവിൽ അഖ്ലാഖ്, മോശം ഗുണങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക എന്ന അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്കത് വായിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.